ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ചിറകിൽ പോവാണേ, പോയിട്ട് വരാം. അപ്പം മുടി കഴിച്ചിലായിരുന്നു, മെൻസർക്കാർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമുക്കിന്ന് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഉമ്മായ പെറ്റുമാടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം. ഇന്നലെ ഒരു മരിപ്പുണ്ടായിരുന്നു ചിറകിൽ, അപ്പം മരണത്തിന് കൊണ്ടാക്കി. അപ്പോൾ ഇന്ന് ഉമ്മായ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പം അങ്ങനെ പോവുകയാണേ, പോയിട്ട് വരാം. ഹായ് പറ മോനെ. അങ്ങനെ ബെൻസർ ജോലി കഴിഞ്ഞ് എത്തി. ഇതാ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൊണ്ടുവരുന്ന ഉണ്ണിയപ്പം. അപ്പോൾ എന്താ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും മോനും കുറച്ച് കഴിച്ചു. ഇനി ഇത് കഴിച്ചിട്ട് നേരെ പെറ്റുമാരുടെ അടുത്ത് പോവുകയാണേ. അപ്പോൾ പെറ്റുമാക്ക് ബ്രെഡും മോന് ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ വാങ്ങാനായിട്ട് ബെൻസർക്കായി മോനും കൂടെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പുറം കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ അതാ മോനെത്തി പിന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റ് അതാണ്, മൈദ അടങ്ങിയൊന്നും ഇപ്പോൾ കൊടുക്കാറില്ല. പിന്നെ ഞങ്ങൾ നേരെ പോവുക. ശർക്കരയിലൊക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ശർക്കര അമ്പലത്തിലോട്ടുള്ള വഴിയാണ് കേട്ടോ. അപ്പം ശർക്കര എത്തി, ഞങ്ങൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഈവനിങ് 5 o'clock വന്നിരുന്നെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നേനെ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ പോകുന്ന സമയം 8 മണി ആയിട്ടുണ്ടാവും. ഒരു പീസ് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നല്ല കേട്ടോ, 3-4 പീസ് ഞാനും കഴിച്ചു. പെറ്റുമാടെ പുരടത്തുനിന്ന് കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ, വാഴക്കൊല. അത് വണ്ടിയിലാക്കി. അതാണ് പെറ്റുമ്മ കേട്ടോ, വിഷമിച്ചിരിക്കുക കേട്ടോ. ഉമ്മ കൂടെ വരുന്നതിൻ്റെ വിഷമമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഉമ്മയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡ് ഇല്ലായിരുന്നു, അപ്പോൾ ഫുഡ് വാങ്ങാനായിട്ട് ഇറങ്ങി. അൽഫഹമാണ് കിട്ടിയത് കേട്ടോ. പിന്നെ മോനെ ഉമ്മതാ പുറകിലുണ്ട്, ഉമ്മ കണ്ണിൽ മരുന്നൊഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്തോരം പട്ടികളും നോക്കി, എന്തോരം പട്ടികൾ, എങ്ങനെ വിശ്വസിച്ചാൽ പുറത്തിറങ്ങി നടക്കുക, എന്തോരം തെരുവ് പട്ടികളാണ്. ഇതിലൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. സത്യത്തിൽ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മോന് ദോശ വാങ്ങിച്ചു. മോന് വെളിയിൽ നിന്ന് വേറെ ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ നിന്നാണ് ദോശ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു. അൽഫഹവും നല്ല നല്ല മയണൈസും അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സംഭവം നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള നല്ലതായിരുന്നു കേട്ടോ. പിന്നെന്താ മോന്താ ദോശ കഴിക്കുന്നവന് ദോശ 2 കൊടുത്തു. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇതായിരുന്നു കേട്ടോ. പുതിയ ഡ്രസ്സാണേ. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഞങ്ങൾ മോൻ്റെ സർജറിക്ക് മുമ്പ് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അന്ന് എടുത്തതിൽ ഇടാതെ വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇന്ന് മുടിയൊഴിച്ചിലൊക്കെ അല്ലേ ശർക്കര, അപ്പോൾ അവിടുത്തെ വിശേഷമല്ലേ, അപ്പോൾ ഇന്ന് ഇടാം എന്ന് വിചാരിച്ചു, അങ്ങനെ ഇട്ടു. അപ്പോൾ ഓക്കെ, ബൈ.